ഇന്നത്തെ ഐറ്റം എന്താണെന്ന് പിടികിട്ടിയോ ആർക്കേലും? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ബീഫിൻ്റെ ബ്രെയിനാണ്. അപ്പോൾ ബീഫിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാമല്ലേ ആദ്യം. അപ്പോൾ ദേ കണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു 300 ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രെയിൻ. ഇതിൻ്റെ മുകളിലായിട്ടൊരു പാട പോലെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗം നമ്മളങ്ങ് വലിച്ചെടുത്താലുണ്ടല്ലോ, അതിൻ്റെ മറ്റേ ഭാഗം വരെ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങ് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ തുടക്ക ഭാഗം ഒന്ന് കിട്ടാനൊരു പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു ഭാഗം അങ്ങ് കിട്ടിയാൽ കംപ്ലീറ്റ് ഇതേതുപോലെ നമുക്ക് അങ്ങ് വലിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു മീഡിയം സൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ ചെറുതാക്കരുത്, കാരണം നമ്മളിത് ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം സൈസിലാക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു ചീനച്ചട്ടി ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3/4 കപ്പോളം ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ഇതുപോലെ നിങ്ങൾക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് നമ്മളിത് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ല പോലെ മൂപ്പായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചരുചി ഉണ്ടല്ലോ, അതൊന്ന് മാറി വരട്ടെ. അതുപോലെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകാണ് കുറച്ചുകൂടെ കൂടുതൽ വേണ്ടത്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ബീഫിൻ്റെ ആ ബ്രെയിൻ ഇടുന്നതിൻ്റെ മുൻപായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫിൻ്റെ ബ്രെയിൻ ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങ് ഇളക്കിയെടുത്താൽ മതിയാവും. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പലപ്പോഴായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴായിട്ട് ഇതിലേക്ക് കറിവേപ്പില എങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കറിവേപ്പിലിനോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് അടച്ചു കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ അടച്ചു കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വരികയും കൂടെ ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് ഇതിങ്ങനെ ആദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇതിലേക്ക് അവസാനമായിട്ടും കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.